Design of springs, fifth module. Let us see about these topics. Introduction. Spring is an elastic member which deflect or distort under the action of applied load and regain to the original shape after the load is removed. When the spring is loaded, some energy is stored in the spring. ഒരു ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ് എന്ത് ചെയ്യും? കംപ്രസ് ആവും. കംപ്രസ് ആവുക ടെൻഷൻ ആവുക, ഇൻ ജനറൽ കംപ്രസ് ആവും. കംപ്രസ് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ്ങിൽ എന്ത് ചെയ്യും? എനർജി സ്റ്റോർ ചെയ്യും. എപ്പോഴാണോ ആ ലോഡ് എടുത്തു മാറ്റുന്നത് അപ്പോഴാണ് എനർജി റിലീസ് ചെയ്യുക. അപ്പോൾ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു റൊട്ടേഷണൽ എഫക്റ്റ് കൊണ്ടാണ്, സ്പ്രിങ്ങിൻ്റെ റൊട്ടേഷണൽ എഫക്റ്റ് വഴി ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ്ങിൻ്റെ സർക്കുലർ കോയിൽ ഉണ്ടല്ലോ, അതിലൊരു ട്വിസ്റ്റ് വരും. ആ ട്വിസ്റ്റ് വരുന്ന സമയത്ത് ട്വിസ്റ്റും വരും, അതങ്ങനെ കംപ്രസും ആവും. അപ്പോഴാണ് അവിടെ ഒരു ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. Because of elasticity, spring is not permanently deformed. Springs are used as shock absorber in vehicles. When the load onto that spring is removed, spring releases its energy and the device begins to work. നമുക്കറിയാലോ, ലോഡ്, സ്പ്രിങ്ങിൻ്റെ മുകളിലുള്ള ലോഡ് അത് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ്ങിൽ എനർജി സ്റ്റോർ ചെയ്യും. എപ്പോഴാണ് ലോഡ് റിമൂവ് ചെയ്യുന്നത് ആ സമയത്ത് സ്പ്രിങ് എന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്യും. അങ്ങനെയാണ് പറയുന്നത്. നെക്സ്റ്റ്, സ്പ്രിങ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. The material of the spring should have high elastic property, fatigue strength, high ductility, high resilience and good thermal and corrosion resistance, creep resistant. ഇത്രയും പ്രോപ്പർട്ടീസ് ആ സ്പ്രിങ്ങിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന് ഉണ്ടായിരിക്കണം. ഇൻ ജനറൽ സ്പ്രിങ് ഈസ് എ കോംപ്ലക്സ് സ്ട്രക്ചർ. ഫെറ്റിക് സ്ട്രെങ്ത് പറയുമ്പോൾ എന്താണ്? ഫെറ്റിക് ലോഡ്, അതായത് റിപ്പീറ്റഡ് ലോഡിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ എടുത്താൽ ആ കമ്പഷൻ എഞ്ചിൻ്റെ അകത്ത് പിസ്റ്റൺ ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ കാരണം എന്താണ്? അതിന് മേലെ പിസ്റ്റണിൻ്റെ ടോപ്പ് സർഫസിൽ ഒരു കമ്പഷൻ നടക്കുന്നുണ്ട്. ആ കമ്പഷൻ കാരണമാണ് പിസ്റ്റൺ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോഴൊന്നും എന്ത് ചെയ്യുന്നുണ്ട്? പിസ്റ്റൺ ഫെയിലർ ആവുന്നുണ്ടോ? ഇല്ല, ആവുന്നില്ല. സോ ആ ഫെയിലർ ആവാതിരിക്കാനുള്ള ആ ഒരു സ്ട്രെങ്ത്ത് പിസ്റ്റനുണ്ട്. അപ്പോൾ അതേമാതിരി പല ലോഡും ഈ സ്പ്രിങ്ങിൻ്റെ മേലെയും ആക്ട് ചെയ്യും. അപ്പോഴും സ്പ്രിങ് എന്ത് ചെയ്യണം? ആ ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. അപ്പോൾ അത്രയും ഒരു ശക്തിയുള്ള മെറ്റീരിയൽ കൊണ്ടുവേണം സ്പ്രിങ് ഉണ്ടാക്കാൻ വേണ്ടി. അതാണ് പറയുന്നത്. ദ മെറ്റീരിയൽ ഓഫ് ദ സ്പ്രിങ് ഷുഡ് ഹാവ് ഹൈ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി, ഫെറ്റിക് സ്ട്രെങ്ത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോക്ക് അബ്സോർബിങ് കപ്പാസിറ്റി അല്ലേ, ഇടയ്ക്കിടയ്ക്ക് കംപ്രസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യണം? ഒരു റിപ്പീറ്റഡ് ലോഡ് ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കും, കംപ്രസ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും, അതിങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. സോ എത്ര ലോഡ് ആക്ട് ചെയ്താലും സ്പ്രിങ് ഫെയിലർ ആവാൻ പാടില്ല. സോ ഇറ്റ് ഷുഡ് ഹാവ് ഹൈ ഫെറ്റിക് സ്ട്രെങ്ത്. സ്പ്രിങ് ഈസ് എ കോംപ്ലക്സ് സ്ട്രക്ചർ, ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് സ്ട്രക്ചർ. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. They have certain bend, curvature, etc. To sustain different load or to sustain different mechanical structure, the spring has to undergo certain heat treatment. The material of the springs are in general medium, high carbon steel, chromium vanadium steel, manganese steel, chromium steel. ഇങ്ങനെയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് സ്പ്രിങ് ജനറൽ ആക്കിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നത്, ഈ സ്പ്രിങ് സാധാരണ ഹൈ കാർബൺ സ്റ്റീലിനെ കൊണ്ടാണ് സ്പ്രിങ് ഉണ്ടാക്കുക. കാരണം എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഹൈ കാർബൺ സ്റ്റീലിൽ ഷോക്ക് അബ്സോർബിങ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. കാരണം കാർബൺ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് അതിന് ഷോക്ക് അബ്സോർബിങ് കപ്പാസിറ്റി കൂടുതലായതിനാൽ എപ്പോഴും സ്പ്രിങ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഹൈ കാർബൺ സ്റ്റീലായിരിക്കും. ഇവിടെ നോക്കുക, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് സ്പ്രിങ്? ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിങ്, അതേമാതിരി ഹെലിക്കൽ എക്സ്റ്റൻഷൻ സ്പ്രിങ്, ലീവ് സ്പ്രിങ്, ഹെലിക്കൽ ടോർഷൻ സ്പ്രിങ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിങ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? വെൻ ദ ലോഡ് വിച്ച് ഈസ് ആക്ടിങ് ഹാസ് എ കംപ്രസീവ് നേച്ചർ. ഒരു ആക്ട് ചെയ്യുന്ന ലോഡ് ഒരു കംപ്രസീവ് നേച്ചറുള്ള ലോഡാണെങ്കിൽ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുക? കംപ്രഷൻ സ്പ്രിങ് യൂസ് ചെയ്യുക.
അതിൻ്റെ ചിത്രം നിങ്ങൾ എക്സാമിന് വരക്കണം. അത് വരക്കണമെങ്കിൽ യു ഹാവ് ടു റെഫർ കെ മഹാദേവൻ ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 168. അവിടെ നോക്കിയാൽ ഈ ചിത്രം കാണാൻ പറ്റും. അപ്പം ആ ചിത്രം അതിൽ നോക്കിയിട്ട് വരക്കാം. നെക്സ്റ്റ്, ഹെലിക്കൽ എക്സ്റ്റൻഷൻ സ്പ്രിങ്. When the nature of the force is such that the force which is acting away from the spring, കണ്ടോ, away from the സ്പ്രിങ്ങിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. മറ്റൊരു കംപ്രസീവ് ആണ്, പി ടുവേർഡ്സ് ഈച്ച് അതർ. അപ്പോൾ അതിൻ്റെ ചിത്രം റെഫർ ചെയ്യണമെങ്കിൽ ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 168 നോക്കിയാൽ നിങ്ങൾക്ക് ചിത്രം കാണാൻ പറ്റും. അത് എക്സാമിന് വരക്കാൻ പറ്റും. നെക്സ്റ്റ്, ഹെലിക്കൽ ടോർഷൻ സ്പ്രിങ്. When the force is acting in such a manner that the torsion will induce in the given portion of the spring is called torsional spring. ഡാറ്റാ ബുക്ക് 168 നോക്കിയാൽ മതി. നെക്സ്റ്റ്, ലീവ് സ്പ്രിങ്. ലീവ് സ്പ്രിങ് നമ്മുടെ വെഹിക്കിളിൽ, വാഹനത്തിൻ്റെ പിറകിലത്തെ ടയറിൽ കാണാൻ പറ്റും. ലീവ് സ്പ്രിങ്. ലീവ് സ്പ്രിങ് കൺസിസ്റ്റ് ഓഫ് ഫ്ലാറ്റ് സ്ട്രിപ്സ് ഓഫ് വാരിയിങ് ലെങ്ത് clamped together. You can refer data book page number 182. ആ ഡാറ്റാ ബുക്കിൽ ഫിഗർ 11.2bയിൽ നിങ്ങൾക്ക് ആ ചിത്രം കാണാൻ പറ്റും. അപ്പോൾ എക്സാമിന് അത് നോക്കിയിട്ട് വരക്കാനും പറ്റും. ഇനി ഒരു ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ഡിസൈന് ഇത് വളരെ സിമ്പിളായിട്ടുള്ള മോഡ്യൂളാണ്. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിത് ആദ്യം തന്നെ ഈ ടോപ്പിക്സ് എടുത്തത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ എ ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിങ് ഈസ് ടു ക്യാരി എ ലോഡ് ഓഫ് 1.5 kN വിത്ത് എ ഡിഫ്ലക്ഷൻ ഓഫ് 40 mm. Spring index is 5, allowable shear stress 400 Nm/m². Modulus of rigidity അല്ലെങ്കിൽ shear modulus 8 × 10⁵ Nm/mm². ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റൈറ്റ് ഓൾ ദി ഗിവൺ ഡാറ്റ. Here load P is equal to 1.5 kN, that is 1500 Newton. Deflection delta is equal to 40 mm. Spring index C is equal to capital letter D divided by small letter d is equal to 5. Allowable shear stress 400 Nm/mm². G is equal to 8 × 10⁻10 Nm/m². അതിനെ നമ്മൾ Nm/mm² മാറ്റണം. അതെങ്ങനെയാണ് മാറ്റുക എന്നുള്ളതാണ് പേജ് നമ്പർ 5 കാണിച്ചിരിക്കുന്നത്. അത് എക്സാമിന് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. 1 meter is equal to 10⁻³ mm. So you can write 1 m² is equal to 10⁻⁶. A⁻m into all⁻n is equal to A⁻mn. So 1/m² is equal to 1/10⁻⁶ mm². So G is equal to 8 × 10⁻10 Nm/m², which implies 8 × 10⁻10 Newton into 1/m², 1/10⁶. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/10⁶ mm². So you can write at last after the simplification you will get G is equal to 8 × 10⁻4 Nm/mm². We know that shear stress is induced due to load P which is given. So നിങ്ങൾ ഈ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്സ് നമ്മൾ ഡയമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. ടു ഫൈൻഡ് ഡയമീറ്റർ D you have to refer data book page number 169. സോ അതിനകത്ത് ഷിയർ സ്ട്രെസ് ടോ is equal to 8 × FDK divided by πd³ എന്നൊരു ഇക്വേഷൻ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞത് D/D = C ആണ്. അപ്പോൾ ആ C ടേം അവിടെ വരുന്ന സമയത്ത് ഇക്വേഷൻ എന്തായി മാറും? 8FCK divided by πd². ഈ രണ്ട് ഇക്വേഷനും ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 169 കാണാൻ പറ്റും. നെക്സ്റ്റ്, സി മീൻസ് സ്പ്രിങ് ഇൻഡെക്സ്, അത് നേരത്തെ പറഞ്ഞു. സോ ടോ is equal to 8 × F × C dk divided by πd³. d ക്യാൻസൽ ആയി. സോ വി ക്യാൻ റൈറ്റ് 8FCK divided by πd². നെക്സ്റ്റ് ഒരു വാൾ ഫാക്ടർ ഉണ്ടാവും, അത് കൺസിഡർ ചെയ്യണം സ്പ്രിങ്ങിൻ്റെ പ്രോബ്ലത്തിൽ. K is equal to 4C - 1 divided by 4C - 4 plus 0.61 divided by C, where K equal to stress concentration factor. Due to the curvature of the spring, shear stress do not remain uniform, so we introduced the wall factor. അതായത് സ്പ്രിങ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെമ്പർ അല്ല, ഇറ്റ് ഇസ് എ സർക്കുലർ കർവേച്ചർ ഉണ്ട്. സോ ഡ്യൂ ടു ദി കർവേച്ചർ ഓഫ് ദി സ്പ്രിങ് ഷിയർ സ്ട്രെസ് ഡു നോട്ട് റിമൈൻ യൂണിഫോം. ഷിയർ സ്ട്രെസ് യൂണിഫോം അല്ലാത്തതിനാൽ വി ഇൻട്രൊഡ്യൂസ് എ ടേം കോൾഡ് വാൾ ഫാക്ടർ. ആ ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ K equal to 4 × C എത്രയാ? സ്പ്രിങ് ഇൻഡെക്സ് equal to 5 -1 divided by 4 × 5 -4 plus 0.615 divided by 5. അതിൻ്റെ LCM കാണുമ്പോൾ യു വിൽ ഗെറ്റ് 80. സോ K equal to 1.31 കിട്ടും. അപ്പോൾ നമ്മുടെ നേരത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 8FCK divided by πd² ആണ്, ഈക്വൽ ടു ടോ ആണ്. സോ ടോ ഈസ് ഗിവൺ ഇൻ അവർ ക്വസ്റ്റ്യൻ പേപ്പർ. സോ യു ക്യാൻ റൈറ്റ് 400 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു
8 FCK അല്ലേ. സോ 8 ഇൻറ്റു ലോഡ് എത്രയാണ് 1500, സി എത്രയാണ് 5 ഇൻറ്റു കെ ഫാക്ടർ ഇസ് ഗിവൺ 1.31. സോ based on this equation you will get the value of d is equal to 7.91 millimeter. So from data book K Mahadevan, page number 188, table 11.2, we can take 7.91 കഴിഞ്ഞാൽ തൊട്ടടുത്ത വാല്യൂ എത്ര വരിക, ഒരു റൗണ്ട് നമ്പർ, ഒരു റൗണ്ട് ഫിഗർ എടുക്കുക, ദാറ്റ് ഈസ് 8 millimeter. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചിത്രം എടുക്കാം. സോ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സ്പ്രിങ്. ആ സ്പ്രിങ്ങിൻ്റെ ഏറ്റവും എക്സ്ട്രീം അറ്റം അത് ഡി നോട്ട് ഔട്ടർ ഡയമീറ്റർ, അതിന് നടുവിൽ വരുന്നത് ഇന്നർ ഡയമീറ്റർ. സോ ഡി നോട്ട് പ്ലസ് ഡി ഐ ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ ഡി, ദാറ്റ് ഈസ് മെയിൻ ഡയമീറ്റർ. ദെൻ എൽ എഫ് മീൻസ് ഫ്രീ ലെങ്ത് ഓഫ് ദ സ്പ്രിങ്, എന്ന് വെച്ചാൽ ലോഡ് ആക്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫ്രീ ലെങ്ത്. ആഫ്റ്റർ എക്സർട്ടിങ് ലോഡ് ഇറ്റ് വിൽ കംപ്രസ്, ദെൻ യു വിൽ ഗെറ്റ് വൺ മോർ ലെങ്ത്, ഇറ്റ്സ് നെയിം ഈസ് സോളിഡ് ലെങ്ത്. ഓക്കെ, അത് ഇവിടെ പറയുമ്പോൾ മനസ്സിലാവും. ടു ഫൈൻഡ് ദി നമ്പർ ഓഫ് ടേൺസ്, അപ്പോൾ ഡയമീറ്റർ കണ്ടുപിടിച്ചു. ഈ ഡയമീറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ സ്പ്രിങ്ങിന് എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് അത് കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് ഐ ഡാഷ് ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 2. ഫോർ ഹെലിക്കൽ സ്പ്രിങ് ദ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഈസ് ഗിവൺ ബൈ ദി എക്സ്പ്രഷൻ ഡി ഡെൽറ്റ ഈക്വൽ ടു 8FD ക്യൂബ് ഐ ഡിവൈഡ് ബൈ GD raised to 4. ഡാറ്റാ ബുക്ക് കെ മഹാദേവൻ, പേജ് നമ്പർ 170. ഐ മീൻസ് നമ്പർ ഓഫ് ആക്റ്റീവ് കോയിൽസ് ഇൻ ദ സ്പ്രിങ്. വി നോ ദാറ്റ് ഡി ഈക്വൽ ടു CD, അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഡെൽറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യണം, ഡി ക്യൂബ് ബൈ സ്മോൾ ലെറ്റർ ഡി റേസ്റ്റ് 4 ഉണ്ടല്ലോ, അവിടെ സി ടൈം കൊണ്ടുവരണം. സോ ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ യു വിൽ ഗെറ്റ് 8FC ക്യൂബ് ഐ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ ജി ഇൻറ്റു സ്മോൾ ലെറ്റർ ഡി. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 170 കാണാൻ പറ്റും ആ ഇക്വേഷൻ. നെക്സ്റ്റ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 1500 ഇൻറ്റു 5 ക്യൂബ് ഇൻറ്റു ഐ ഡിവൈഡ് ബൈ 8 ഇൻറ്റു 10⁻⁴ ഇൻറ്റു 8 ജി ഡയമീറ്റർ. സോ after simplification you will get the value of I equal to 17.1. so number of turn is equal to 17.1 നമ്മൾ പറയില്ല, അതുകൊണ്ട് ഒരു റൗണ്ട് ഫിഗർ എടുക്കുക. so you can take 18 turns. since the end condition of the spring is not given, ഓരോ സ്പ്രിങ്ങിന് ഒരു എൻഡ് കണ്ടീഷൻ ഉണ്ടാവും. ഈ എൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, അത് ഡാറ്റാ ബുക്കിൽ പേജ് നമ്പറിൽ 189 കാണാൻ പറ്റും. അത് ഒന്ന് പ്ലെയിൻ എൻഡ് ആവാം, പിന്നെ പ്ലെയിൻ ആൻഡ് ഗ്രൗണ്ട് ആൻഡ് സ്പ്രിങ്, സ്ക്വയർ ആൻഡ് സ്പ്രിങ്, സ്ക്വയർ ആൻഡ് ഗ്രൗണ്ട്, ഇങ്ങനെ 4 തരത്തിലുള്ള സ്പ്രിങ് എൻഡ് ഉണ്ട്. സോ ക്വസ്റ്റ്യനിൽ സ്പ്രിങ് എൻഡിനെ പറ്റി ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ യു ക്യാൻ അസ്യൂം, എന്താ അസ്യൂം ചെയ്യാൻ പറ്റുക, ദ എൻഡ് കണ്ടീഷൻ ഈസ് സ്ക്വയേർഡ് ആൻഡ് ഗ്രൗണ്ട്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ രണ്ടറ്റം, ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ രണ്ടറ്റം ഫിക്സഡ് ആയിരിക്കും, ഡിഫ്ലക്ഷൻ എക്സെപ്റ്റ് ചെയ്യുക മറ്റേ അതിന് ഇൻ ബിറ്റ്വീനിൽ വരുന്നതായിരിക്കും. So here I equal to active number of turns. Total number of turns is equal to I dash. I dash is equal to I plus 2. കാരണം 2 എന്ന് പറയുന്നത് ഗ്രൗണ്ട് എൻഡാണ്. ഗ്രൗണ്ട് എൻഡ് ഒന്ന് മേലെ ഒന്ന് താഴെയും, അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവും. ടു ഫൈൻഡ് സോളിഡ് ലെങ്ത് LS കാണാം. LS എപ്പോഴാണ് എടുക്കുക, ആഫ്റ്റർ എക്സൈറ്റിംഗ് ദി ലോഡ്. ലോഡ് എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ് കംപ്രസ് ചെയ്യുമല്ലോ, ആ സമയത്ത് എത്രയാണ് അതിൻ്റെ ലെങ്ത് സ്വാഭാവികമായിട്ട് റെഡ്യൂസ് ചെയ്യും. സോ അത് കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 189. LS is equal to I plus I അല്ല I dash plus 2 into D. I ഡാഷിൻ്റെ വാല്യൂ എത്രയാ 20 അല്ലേ, കാരണം നമ്പർ ഓഫ് ടേൺസ് 80 ആണ്. അപ്പോൾ 18 plus 2 20 I dash. അപ്പോൾ 20 into 8 equal to 160 millimeter, അതാണ് L dash. Now you have to find out ഫ്രീ ലെങ്ത്. ഫ്രീ ലെങ്ത് കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് എന്താണ് L നോട്ട്. L നോട്ട് is equal to L നോട്ട് അല്ലെങ്കിൽ LF. ഈ ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 189 കാണാൻ പറ്റും. I plus 2 into D plus 5 plus A. A equal to ഒരു ഇക്വേഷൻ ഉണ്ട്. ആ എ എന്ന് പറയുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് 0.15 into Y. സോ I plus 2 into D എത്രയാണ് 160 പ്ലസ് Y എത്ര വരിക, Y equal to 40 പ്ലസ് A equal to 6. Now you got the value of 206 millimeter. After that you have to calculate to find the pitch of the coil. Pitch of the coil കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് P equal to L naught minus 2D divided by I. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 189 ഇക്വേഷൻ കാണാൻ പറ്റും. 206 minus 16 divided by I എത്ര, നമ്പർ ഓഫ് ആക്റ്റീവ് ടേൺ 18. So you will get 10.5 mm. So this is the pitch. Pitch is the distance between these two. കണ്ടല്ലേ ഇവിടെ, ഇതാണ് പിച്ച്. ഈ രണ്ട് ഡിസ്റ്റൻസ്, ഇത് ഡയമീറ്റർ, ഇത് മീൻ ഡയമീറ്റർ, ഇത് ഔട്ടർ ഡയമീറ്റർ, ഇത് ഇന്നർ ഡയമീറ്റർ.
So that's all about these topics. Deflection, y is equal to deflection ആണ്, that is 40. ഇവിടെ ഒരു ക്വസ്റ്റൻ ഉണ്ടാവും, അതായത് ഇതാ L naught equal to I plus 2 into D into y plus y means deflection. Deflection is already given 40. So 40 plus A equals 0.15 into y. So 0.15 into 40 is equal to 6. So total add ചെയ്താൽ ഫ്രീ ലെങ്ത് കിട്ടും. അപ്പോൾ നമ്മൾ ചില സമയത്ത് എക്സാമിന് പ്രോബ്ലം ചോദിക്കില്ല. പ്രോബ്ലം സാധാരണ 90% പ്രോബ്ലം ചോദിക്കുക. എന്നാൽ ചില സമയത്ത് ഈ ഡിസൈൻ പ്രൊസീജിയർ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയാണോ ഈ പ്രോബ്ലം സോൾവ് ചെയ്തത് അത് പ്രകാരം കൃത്യമായിട്ട് എഴുതുക. ഫസ്റ്റ് ഷിയർ സ്ട്രെസ് ക്വസ്റ്റ്യനിൽ തരും. അതിനുശേഷം നമ്മളെന്ത് വേണം, ഡയമീറ്റർ ഓഫ് ദ സ്പ്രിംഗ് വെയർ കണ്ടുപിടിക്കുക. ഡയമീറ്റർ ഓഫ് ദ സ്പ്രിംഗ് വെയർ കണ്ടുപിടിച്ചതിന് ശേഷം നമ്പർ ഓഫ് ആക്റ്റീവ് ടേൺസ് കണ്ടുപിടിക്കുക. അതിനുശേഷം സോളിഡ് ലെങ്ത്ത്, അതിനുശേഷം ഫ്രീ ലെങ്ത്ത്, അറ്റ് ലാസ്റ്റ് പിച്ച്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള ഫോർമുലാസൊക്കെ ഡാറ്റാ ബുക്കിൽ നിന്ന് കിട്ടും. അത് ജസ്റ്റ് നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എഴുതിയാൽ മതി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിങ്. നെക്സ്റ്റ്, സെമി എലിപ്റ്റിക് ലാമിനേറ്റഡ് ട്രക്ക് സ്പ്രിങ്. അതായത് ഈ കാണുന്ന സ്പ്രിങ്, ഇത് നിങ്ങൾ തീർച്ചയായും കണ്ടിട്ടുണ്ട്. നോക്കാം, ഇത് ജസ്റ്റ് ഒന്നുമില്ല, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിക്കളയാം. എ സെമി എലിപ്റ്റിക് ലാമിനേറ്റഡ് ട്രക്ക് സ്പ്രിങ് ടു ക്യാരി എ ലോഡ് ഓഫ് 6000 Newton ഈസ് ടു കൺസിസ്റ്റ് ഓഫ് 7 leaves 65 mm wide width B is equal to 65 and 2 of the leaves are extending full length of the spring. The spring is to be 1.1 meter in length and attached to the axle by 2 U-bolts 80 mm apart. The bolts hold the central portion of the spring so rigidly that they may be considered equivalent to a band having a width equal to the distance between the bolt. Assume the design stress for spring material is 350 megapascal. Determine thickness of the leaves, deflection of the spring, length of the leaves. Assume I diameter is equal to 20 mm. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലീവ് സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളെന്ത് വേണം, സ്വാഭാവികമായിട്ടും ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 179 എടുത്ത് വെക്കുക ആദ്യം. ഇതാണ് ലീവ് സ്പ്രിങ്ങിൻ്റെ ഐ എന്ന് പറയുന്നത്. കണ്ടില്ല, ഒരു ഹൂക്ക് മാതിരി 2 ഐ ഉണ്ട്. ആ ഐൻ്റെ ഡയമീറ്റർ 20 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി അഥവാ തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ അസ്യൂം ഇറ്റ്. അത് ചിലപ്പോൾ തരില്ല, അപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടി വരും. ഇവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ലോഡ് കണ്ടോ, പി എന്ന് പറയുന്ന ലോഡ് ഇവിടെയും പി എഫ്, അത് 2 ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് റിയാക്ഷനായിട്ട് 2F എന്ന് പറയുന്ന ലോഡ് ഇവിടെ ആക്ട് ചെയ്യുക. 2P എന്ന് കണ്ടില്ലേ, 2P അല്ലെങ്കിൽ 2F. അത് ഡാറ്റാ ബുക്കിൽ F ആണെങ്കിൽ 2F എന്ന് എടുക്കുക, P ആണെങ്കിൽ 2P എന്ന് എടുക്കുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്പ്രിംഗ് എന്ന് പറയുന്നത് 2L1 ആണ്. ഈ എ എന്ന് പറയുന്നത് എന്താണ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 2 U-bolts are 80 mm apart എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ A equal to 80. നോക്കാം, ഇനി IG മീൻസ് നമ്പർ ഓഫ് ഗ്രാജുവേറ്റഡ് ലീവ്സ്. ഗ്രാജുവേറ്റഡ് ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ ഓരോ ലീവ്സിൻ്റെ ലെങ്ത്ത് കണ്ടോ, മേലോട്ട് പോകുന്നത് കൂടി ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ പറയുന്ന പേരാണ് ഗ്രാജുവേറ്റഡ് ലീഫ്. ഫുൾ ലെങ്ത്ത് ലീഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് പിന്നെ കൂടില്ല. ഈ ഓരോ ലീഫിന് കൊണ്ടേയിരിക്കുന്നത് അതിൻ്റെ പേരാണ് ഗ്രാജുവേറ്റഡ് ലീഫ്. ഈ നമ്പർ ഓഫ് ഗ്രാജുവേറ്റഡ് ലീവ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് IG എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ട്, I സഫിക്സ് G. അതേപോലെ നമ്പർ ഓഫ് ഫുൾ ലെങ്ത് ലീഫ് എന്ന് പറയുമ്പം അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് I സഫിക്സ് F കൊണ്ടാണ്. I എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ലീഫ് ഈക്വൽ ടു IG പ്ലസ് IF. ഫിഗർ ഷോസ് സെമി എലിപ്റ്റിക് ലീഫ് സ്പ്രിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം, ഇത് സിമ്മട്രി ആയതുകൊണ്ട് നമ്മൾ ഒരു ഭാഗം മാത്രം കൺസിഡർ ചെയ്താൽ മതി. വെറുതെ 2 ഭാഗം എടുത്തിട്ട് വെറുതെ സമയവും എല്ലാം വേസ്റ്റാണ്. സോ യു ക്യാൻ ടേക്ക് ഓൺലി 1 സൈഡ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് പറയാം, ഇവിടെ ഒരു 2P ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ 2P റിയാക്ഷൻ. സോ 2P is equal to 6000 Newton. ലോഡ് ഓൺ ദ സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ സെമി എലിപ്റ്റിക് ലാമിനേറ്റഡ് ട്രക്ക് സ്പ്രിങ്ങിൻ്റെ കേസിൽ ക്യാരി എ ലോഡ് ഓഫ് 6000 Newton എന്ന് പറയുന്നത് അത് ഈക്വൽ ടു 2P ആണ്. അത് ഓർമ്മിക്കുക, 2P is equal to 6000. അതിനകത്ത് F കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ 2F. കാരണം F എന്ന് എടുക്കാൻ കാരണം KM മഹാദേവൻ്റെ ഡാറ്റാ ബുക്കിൽ 2F എന്നാണ് പറഞ്ഞിട്ടുള്ളത്. PSD ഡാറ്റാ ബുക്കിൽ 2P എന്നാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിങ്ങനെ മാറ്റി എടുക്കുന്നത്, ശ്രദ്ധിക്കുക. സോ 2F is equal to 6000, where F is equal to 3000 and N is equal to 7. N എങ്ങനെ 7 വന്നത്, N equal to 7 വരാൻ കാരണം എന്താ,
അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 7 ലീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 7 ലീവ്സ്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 7. പിന്നെ വിഡ്ത്ത് ഓഫ് ദി ലീഫ് ബി ഈസ് ഗിവൺ. അതേമാതിരി ഫുൾ ലെങ്ത് ലീഫ് 2 ആണ്, ദാറ്റ് ഇസ് ഗിവൺ. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ദ സ്പ്രിങ് ഈസ് ടു ബി 1.1 മീറ്റർ ഇൻ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ ടേക്ക് 2L1 ഈസ് ഈക്വൽ ടു 1.1 മീറ്റർ. കേട്ടോ, 2L1 മുകളിലത്തെ ടോട്ടൽ ലെങ്ത് 2L1 is equal to 1.1 meter, where L1 is equal to 550 millimeter. So we have A equal to 18 mm and M is equal to 1100 millimeter. 1100. എന്ന് പറഞ്ഞാൽ 12 ആണ്. അത് ഓരോ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ നൊട്ടേഷൻ മാറ്റം ഉണ്ടാവും, അതുകൊണ്ട് ചെറിയ ഒരു പിശകാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ എഴുതിയാൽ മതി, എം എന്നുള്ള വാക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ഇത് 2L1 is equal to 1700 millimeter. So you can take L1 is equal to 550 millimeter. U-bolt width is given A equal to 80 mm. Sigma is given 350 megapascal. That is 1 megapascal is equal to 1 Newton per millimeter square. Now you are going to solving this problem. So you can refer data book K. Mahadevan, page number 179. You can see leaf spring. So first of all, you have here width is given, so you have to find out the thickness. So for that, effective length of the spring, here you can write here 2L1 is equal to L plus L, 2L plus A. So 2L plus A equal to 2L1. So from this 2L is divided 110 minus 80, so you will get L is equal to 510. So L is called effective length of the spring in our area. 2L1 is the total length of the spring. L means effective length of the spring. And next, number of graduated leaves. Total number of leaves is 7. Fixed leaf 2. So 7 minus 2 is equal to 5. Next, assume the leaves are not stressed. Data book 182 leaves are stressed or leaves are not stressed. In a question, leaves stressed and stressed you can take leaf are not stressed. So equation is sigma F is equal to 9 into FL divided by BH square into 2IG plus 3 into IF. So from this 9 into 3000 into 510 effective length divided by 65 width of the spring into H square into 2IG plus 3 into IF. If you solve it, you will get the value of H is equal to 7 millimeter. So I'm going to thickness. Now second, you have to calculate the deflection of the spring. So for that, Y is equal to 6 into FL cube divided by BH cube into E into 2IG plus 3 into IF. Data book 182 K. Mahadevan. So solve in സമയത്ത് നമുക്കത് കിട്ടും. ഇവിടെ അസ്യൂം ചെയ്യണം സ്പ്രിങ്ങിൻ്റെ കേസിൽ യങ്സ് മോഡുലസ് വാല്യൂ 2.1 into 10⁵ Newton per millimeter square. സ്പ്രിങ് സ്റ്റീലിൻ്റെ കേസിൽ യങ്സ് മോഡുലസ്. സോ ഫ്രം ദിസ് ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു 25 millimeter കിട്ടും. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഇപ്പോൾ ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചു, ഹൈറ്റും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ലെങ്ത് ഓഫ് ദി സ്പ്രിങ് യു ഹാവ് ടു കാൽക്കുലേറ്റ്. ഫോർ ലീഫ് സ്പ്രിങ് ഹാവിംഗ് n number of leaves of which 2 are full length leaf and others are graduated leaves. അപ്പോൾ പറഞ്ഞല്ലോ, ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. The length of the rth leaf from the smallest leaf is given by the expression length of the rth leaf is equal to effective length divided by n minus 2 into r plus ineffective length. Length of the first leaf എത്ര വരും? ഫസ്റ്റ് ലീഫ് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെയുള്ള ചെറിയ ലീഫ്, താഴെ നിന്ന് മേലോട്ടേക്ക് പോവാം. സോ L1 is equal to 2L. 2L means L plus L divided by n minus 2 into 1. കാരണം ഫസ്റ്റ് ലീഫ് ആയതുകൊണ്ട് നമ്മുടെ സ്മോൾ ലെറ്റർ ആർ ഇസ് ഈക്വൽ ടു 1 കൊടുത്തു. പ്ലസ് ഇൻഎഫക്റ്റീവ് ലെങ്ത്. ഇൻഎഫക്റ്റീവ് ലെങ്ത് പറയുമ്പോൾ എ ആണ് 80 mm. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ സോൾവ് ചെയ്യുമ്പോൾ 284 millimeter കിട്ടി. നെക്സ്റ്റ് സെക്കൻഡ് ലീഫ് എന്ത് വരും? 2L divided by n minus 2 into 2 plus 80. നെക്സ്റ്റ് L3 മനസ്സിലായില്ല. അതേമാതിരി L4 L5 കിട്ടി. ആഫ്റ്റർ L5 ദർ വോണ്ട് ഹാവ് എനി ഗ്രാജുവേറ്റഡ് ലീവ്സ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ നമ്പർ ഓഫ് ലീഫ് ഈസ് ഈക്വൽ ടു ഗ്രാജുവേറ്റഡ് ലീഫ് പ്ലസ് ഫിക്സഡ് ലീഫാണ്. അപ്പോൾ അതിൽ ടോട്ടൽ ലീഫ് 7 തന്നിട്ടുണ്ട്, മറ്റേത് 2 ഫിക്സഡ് ലെങ്ത് ലീഫ് 2 ആണ്. സോ ഗ്രാജുവേറ്റ് ലീഫിൻ്റെ ലെങ്ത് എത്ര വരിക? അപ് ടു 5 വരിക ഗ്രാജുവേറ്റിൽ, അല്ലേ? ഗ്രാജുവേറ്റഡ് ലീഫ് 5 തന്നിട്ടുള്ളത്.
ആ അഞ്ചിൻ്റെയും നിങ്ങൾ ലെങ്ത് കണ്ടുപിടിക്കുക. L1, L2, L3, L4, L5. പിന്നെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. L5 കൂടി ഗ്രാജുവേറ്റഡ് ലീഫ് കഴിഞ്ഞു. ആഫ്റ്റർ L5 ദർ വോണ്ട് ഹാവ് ഗ്രാജുവേറ്റഡ് ലീഫ് സ്പ്രിങ്. പിന്നെ L5 ഈക്വൽ ടു L6 ആണ്. പിന്നെ ടോട്ടൽ L5 ഈക്വൽ ടു L6 ഈക്വൽ ടു L7 എന്ന് പറയാം. കാരണം വേറെ നമുക്ക് എന്ത് ഉണ്ട്, അവിടെ ഗ്രാജുവേറ്റഡ് ലീഫ് ഇല്ല. 2 ഫുൾ ലെങ്ത് ലീഫും 5 ഗ്രാജുവേറ്റഡ് ലീഫാണ് ഉള്ളത്. അപ്പോൾ 5ാമത്തെ ഗ്രാജുവേറ്റഡ് ലീഫിൻ്റെ ലെങ്ത് എന്താണോ അത് തന്നെയാണ് 6ാമത്തെ ലീഫിൻ്റെയും 7ാമത്തെ ലീഫിൻ്റെ ലെങ്ത്. പക്ഷേ അവിടെ ഒരു ഐ കൂടി അതിൻ്റെ അറ്റത്തൊരു ഐ കണക്ട് ചെയ്യുന്നുണ്ട്. മാസ്റ്റർ ലീഫിൻ്റെ അറ്റത്തൊരു ഐ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊരു എക്സ്ട്രാ മെറ്റീരിയൽ കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും ആ ലീഫിന് മാത്രം. അത് ഏറ്റവും ടോപ്പിലുള്ള ആ ലീഫിന് മാത്രം. So L7 is the master leaf. It has I part also. So L7 is equal to 2L1 plus pi into D plus T plus 2 into 2. ഈ ഇക്വേഷൻസ് ഡാറ്റാ ബുക്കിൽ കാണാൻ പറ്റില്ല. അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ഇക്വേഷനാണ്. പൈ ഇൻറ്റു ഡി പ്ലസ് ടി എന്ന് പറയുമ്പോൾ പൈ ഡി എന്ന് പറഞ്ഞാൽ 2πr ചുറ്റളവ് അല്ലേ, സർക്കംഫറൻസ്. അതിൻ്റെ ഒരു തിക്നെസ് കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ലീഫ് സ്പ്രിങ് 2πr plus t. ഇത് ഇവിടെ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെ ഇതിൻ്റെ സറൗണ്ടിങ്സ്. പിന്നെ ഈ തിക്നെസ്, ഈ കാണുന്ന ചെറിയ തിക്നെസ് ടി ആണ്. അടുത്ത് 2πr പ്ലസ് ടി. അപ്പോൾ അത് ഒരറ്റത്ത്. അതേമാതിരി ഈ സൈഡിലുണ്ടാവും ഒരു 2πrഉം അതിൻ്റെ തിക്നെസ്സും 2πr പ്ലസ് ടി. സോ 2πr പ്ലസ് ടി പ്ലസ് 2πr പ്ലസ് ടി. അങ്ങനെയാണ് മറ്റേ ഈ ഇക്വേഷൻ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. എവിടെ ഇതാ ഇവിടെ കണ്ടോ, പൈ ഇൻറ്റു ഡി പ്ലസ് ടി ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2πr പ്ലസ് ടി അവിടെ ഇതാ വരിക. സോ യു വിൽ ഗെറ്റ് ദ ലെങ്ത് ഓഫ് ദി 7th ലീഫ്. 7th ലീഫ് ഈസ് ദി മാസ്റ്റർ ലീഫ്. അപ്പോൾ ഇത്രയായാലും എന്ത് ചെയ്യൂ, 2 ഡിസൈനിങ് കഴിഞ്ഞു. ഈ ഡിസൈനിങ്ങിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് ചോദിക്കും എക്സാമിന്. ഒന്നുകിൽ ലീഫ് സ്പ്രിങ് ആവാം അല്ലെങ്കിൽ ഹെലിക്കൽ സ്പ്രിങ് ആവാം. അപ്പോൾ അത് വീട്ടിൽ നിന്ന് വേറെയും ഡാറ്റാ ബുക്കൊക്കെ വെച്ചിട്ട് ചെയ്ത് പഠിക്കുക. സ്റ്റെപ്സിന് മാർക്ക് കിട്ടും, പാസ്സാവാൻ എളുപ്പമാണ്. ഇനി അടുത്തൊരു തിയറി പാർട്ടാണ്. വാട്ട് ഈസ് നിപ്പിംഗ് ഇൻ ലീഫ് സ്പ്രിങ്? എന്താണ് നിപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പർപ്പസ് എന്നാ? December 2018 വെച്ച ക്വസ്റ്റനാണ്. നിപ്പ് ഈസ് ദി ഇനീഷ്യൽ ഗ്യാപ്പ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ ബിറ്റ്വീൻ ഫുൾ ലെങ്ത് ലീഫ് ആൻഡ് ഗ്രാജുവേറ്റഡ് ലീഫ്. ഇഫ് ഓൾ ദ ലീവ്സ് ആർ ജോയിൻഡ് ബൈ ദ ബോൾട്ട് then the nip can be vanished. With this setup, when the leaf spring is subjected to load, all the leaves are equally stressed by the load, hence their efficiency increases. അത്രേ ഉള്ളൂ നിപ്പ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഇവിടെ കണ്ടേ, അപ്പോൾ ഇവിടെ ഒരു ലീഫ് സ്പ്രിങ്ങും അടുത്ത ലീഫ് സ്പ്രിങ്ങും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ അത് നമ്മൾ ചെറിയ ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നിപ്പ്. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഈ ബോൾട്ട് വെച്ചിട്ട് യു ബോൾട്ട് ടൈറ്റ് ആക്കിയാൽ ആ ഗ്യാപ്പ് കുറയും. അങ്ങനെയാണ് സമയത്ത് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ട്രിപ്സിലും ഈക്വലായിട്ട് സ്ട്രെസ് ഡിസ്ട്രിബ്യൂട്ട് ആവും. അങ്ങനെ ആകുമ്പോൾ ഈ ലീഫിൻ്റെ എഫിഷ്യൻസി ലൈഫ് വർദ്ധിക്കും. അത്രേ ഉള്ളൂ. ദിസ് ഇസ് ദ ഫങ്ഷൻ ഓഫ് നിപ്പ്. ഇതാണ് നിപ്പ്. നിപ്പിംഗ് എന്ന് വെച്ചാൽ ഇതാണ്. അടുത്തത് നെക്സ്റ്റ് വാട്ട് ഈസ് സർജിങ് ഇൻ സ്പ്രിങ്? ഇവിടെ ലോഡ് കാണാൻ പറ്റും. താഴെ ബോട്ടം എൻ്റെ ഫിക്സഡ് ആണ്, അതിന് മേലെ ഒരു ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. സഡൻലി let us take compression helical spring which is fixed at the bottom end and free at the top end. When the load is applied suddenly onto the spring, deflection propagates from top to bottom. Deflection ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് propagate ചെയ്യും. Then again deflected back to and after that deflection propagates from top to bottom coil. After that deflection again come back to the topmost coil. So the time of propagation of the deflection wave may lead to resonance. ലാർജ് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. പെട്ടെന്ന് ലോഡ് ആക്ട് ചെയ്യുന്ന ആ സമയത്ത് സ്വാഭാവികമായിട്ടും ലാർജ് ഡിഫ്ലക്ഷൻ അവിടെ ഉണ്ടാവും. ഇറ്റ് ലീഡ്സ് ടു ക്രിയേറ്റ് ഹൈ സ്ട്രെസ് ഇൻ ദ സ്പ്രിങ് വിച്ച് കോസസ് ദി ഫെയിലിയർ ഓഫ് ദി സ്പ്രിങ്. ദിസ് ഫിനോമിനൺ ഈസ് കോൾഡ് സർജിങ് ഇൻ സ്പ്രിങ്. വളരെ സിമ്പിളാണ്.
അടുത്തത് ഒരു ടോപ്പിക്സ് ഉണ്ട്, ഞാനത് ഇതിൻ്റെ ഹെഡിങ് ഇവിടെ എഴുതാൻ വിട്ടുപോയി. അതായത് ഒരു ബെൻഡിങ് സ്ട്രെസ്, ലീഫ് സ്പ്രിങ്ങിൻ്റെ കേസിൽ ഒരു ബെൻഡിങ് സ്ട്രെസ്, അതിൻ്റെ ഡെറിവേഷൻ അത് എക്സാമിന് ചോദിക്കും, പക്ഷേ ഇവിടെ എഴുതാൻ വിട്ടുപോയതാണ്. നോക്കുക, ലെറ്റ് L is equal to span of the spring and T is equal to thickness of the plate, B is equal to width of the plate, and N means number of plates, W means load acting on the spring, W by 2, W by 2, W by 2 plus W by 2, total W. Sigma means maximum bending stress developed, delta means deflection, R means radius of the spring. ഇത് ഈ സ്പ്രിങ്, ഈ ലീഫിൻ്റെ ഗ്രാജുവേറ്റ് ലീഫ് സ്പ്രിങ്ങിൻ്റെ ക്രോസ് സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് BT³ ഡിവൈഡ് ബൈ 12 ആണ്. നോക്കുക, ദ ലീഫ് സ്പ്രിങ് ബിഹേവ് ജസ്റ്റ് ലൈക്ക് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് M equal to WL ഡിവൈഡ് ബൈ 4, ഇക്വേഷൻ നമ്പർ 1. വി നോ ദാറ്റ് ബെൻഡിങ് ഇക്വേഷൻ എന്താ, M/I equal to sigma B ഡിവൈഡ് ബൈ Y. അത് നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ MOS പഠിക്കുന്നുണ്ട്. സോ ഫ്രം ദിസ് ബെൻഡിങ് മൊമെൻറ്റ് M is equal to sigma into Y ഡിവൈഡ് ബൈ Y. ബെൻഡിങ് മൊമെൻറ്റ് is equal to sigma Y is equal to T by 2 ആണ്. അതേപോലെ I equal to BT³ ഡിവൈഡ് ബൈ 12. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ ഇൻറ്റു BT³ ഡിവൈഡ് ബൈ 12 ഇൻറ്റു 2 by T വരും. അതൊക്കെ നോക്കിയാൽ വളരെ സിമ്പിളാണ്, മനസ്സിലാവും. So from this moment M is equal to sigma BT square divided by 6. It is for one plate. Here we have n number of plates. Therefore total bending moment for the total plate equal to sigma BT square n divided by 6. Equation number 2. Then now equate equation 1 and equation 2. So from this you will get sigma is equal to 3 by 2 into WL divided by BT square into n. So this is the bending stress equation for leaf spring. So ഇത്രയാണ് ഈ ഒരു മോഡ്യൂളിൽ പറയുന്നത്. അതോടുകൂടി ഈ മോഡ്യൂൾ കഴിഞ്ഞു. ഇനി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചും കൂടി ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും, അത് സോൾവ് ചെയ്യുക, എന്നിട്ട് സ്വന്തമായിട്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.